നമസ്കാരം. സംവാദത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കടന്നു ചെല്ലുന്ന ലോക്സഭാ മണ്ഡലം പത്തനംതിട്ടയാണ്. വളരെ വലിയ പ്രതീക്ഷകളുള്ള ഒരു മണ്ഡലം ബി ജെ പിക്ക്. ഒപ്പം തന്നെ വളരെ പ്രത്യേകതകളുള്ള മണ്ഡലം ശബരിമല ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലം. ഇതാണ് പത്തനംതിട്ടയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കഴിഞ്ഞ 3 ടേമുകളിലായി മത്സരത്തിൽ വിജയിച്ച് മുന്നോട്ട് പോകുന്ന ആൻറ്റോ ആൻ്റണി തന്നെയാണ് ഇപ്രാവശ്യവും UDFിൻ്റെ സാരഥിയായി എത്തുന്നത്. മറ്റൊന്ന് LDFിന് വേണ്ടിയിട്ട് മുൻ ധനകാര്യമന്ത്രി കൂടിയായിട്ടുള്ള ഡോക്ടർ തോമസ് ഐസക്. അവിടെയാണ് BJPയുടെ സാരഥിയായി സ്ഥാനാർത്ഥിയായി എത്തുന്നത് കോൺഗ്രസിൻ്റെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള AK ആൻ്റണിയുടെ മകൻ, മുൻ പ്രതിരോധ മന്ത്രി കൂടിയായിട്ടുള്ള AK ആൻ്റണിയുടെ മകനായിട്ടുള്ള അനിൽ ആൻ്റണിയാണ് BJPയുടെ സ്ഥാനാർത്ഥി. ഇങ്ങനെ 3 പേർ മാറ്റുരയ്ക്കുന്ന വലിയൊരു മണ്ഡലമാണ് പത്തനംതിട്ട. പത്തനംതിട്ടയ്ക്ക് അങ്ങനെ പറയുവാൻ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒപ്പം തന്നെ BJP A ക്ലാസ് മണ്ഡലങ്ങളിൽ നിലനിർത്തിയിരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട. പത്തനംതിട്ടയിൽ കഴിഞ്ഞ 2019 തിരഞ്ഞെടുപ്പിൽ K സുരേന്ദ്രൻ മത്സരിക്കുകയുണ്ടായി. K സുരേന്ദ്രൻ മത്സരിപ്പിച്ചപ്പോൾ തന്നെ ഏകദേശം 3 ലക്ഷത്തോളം വോട്ടുകൾ, അതായത് 2,82,000 വോട്ടുകൾ നേടുവാൻ കഴിഞ്ഞ ഒരു മണ്ഡലം കൂടിയാണ്. അങ്ങനെ പത്തനംതിട്ടയ്ക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ട്. ഈ തിരഞ്ഞെടുപ്പിൽ 2024 തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പലപ്പോഴും മുൻവിധികളോടുകൂടി പെരുമാറിയിട്ടുണ്ട്. അത് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 2024 അങ്ങനെ ആയിരിക്കില്ല. അവർ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. ആ തീരുമാനമായിരിക്കും 2024 പ്രതിഫലിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രത്യേകതകളുള്ള പത്തനംതിട്ടയിൽ എന്തായിരിക്കും രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ആ ഒരു രാഷ്ട്രീയ വിശകലനത്തിലേക്കാണ് നമ്മൾ പത്തനംതിട്ടയിലേക്ക് പോകുന്നത്. ശ്രീലാം, പത്തനംതിട്ടയിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അനിൽ കെ ആൻ്റണി, AK ആൻ്റണിയുടെ മകൻ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു എന്നുള്ളത്. മറ്റൊന്ന് ശബരിമല അടങ്ങുന്ന ഒരു മേഖല. മാത്രമല്ല 3 ടേമിലായി മത്സരിച്ച് വിജയിച്ചു കൊണ്ടിരിക്കുന്ന ആൻറ്റോ ആൻ്റണി തന്നെയാണ് UDFിൻ്റെ സാരഥി. സഭകളുടെ ഒരു വലിയ പ്രാതിനിധ്യം കൂടിയുള്ള മേഖലയാണ്. ഒപ്പം തന്നെ സഭകൾ ഏത് തരത്തിലാണോ തീരുമാനമെടുക്കുന്നത് ആ തീരുമാനത്തിൻ്റെ പുറത്താണ് വിജയപരാജയ സാധ്യതകൾ അവിടെ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ളൊരു മേഖല കൂടിയാണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ മാരാരിക്കുളത്ത് നിൽക്കുന്ന തോമസ് ഐസക്കിനെ ചുമന്ന് നമ്മളിവിടെ പത്തനംതിട്ടയിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നതും LDF. അങ്ങനെ LDFിന് എപ്പോഴും അങ്ങനെയാണ് മതേതരത്വ മുഖം പറയുകയും ഒപ്പം തന്നെ സാമുദായിക പ്രീണനവും ഒപ്പം തന്നെ അതിനുള്ള ഒരു പിന്തുണയൊക്കെ കൊടുത്തുകൊണ്ട് സാമുദായികമായിട്ടുള്ള വേർതിരിവുകൾ കാണിച്ചുകൊണ്ട് തന്നെ മത്സരത്തെ കാണുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്നവർ 3 പേരും സഭകളുമായിട്ടൊക്കെ ബന്ധമുള്ളവർ തന്നെയാണ്. അങ്ങനെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ്. കാരണം ജാതി മത സമവാക്യങ്ങൾ നോക്കി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ പത്തനംതിട്ടയിൽ മാത്രം നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല. ഇപ്പം മലപ്പുറത്താണെങ്കിലും മറ്റേതെങ്കിലും സ്ഥലത്താണെങ്കിലും അത് സാധ്യമാകുന്നുണ്ട്. മലപ്പുറത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ മലപ്പുറത്ത് ഇത്തവണ BJPയുടെ സ്ഥാനാർത്ഥി മുസ്ലിമാണ്. അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ നോക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ഈ സാമുദായിക സമവാക്യങ്ങൾ നോക്കി നേരത്തെ ആണെങ്കിൽ ആൻറ്റോ ആൻ്റണി പാട്ടും പാടി ജയിച്ചു പോകുന്നത് സഭകളുടെ ഒരു സ്വാധീനം കൊണ്ടാണെന്ന് നമുക്കൊരു പക്ഷേ പറയാൻ കഴിയും. പക്ഷേ കഴിഞ്ഞ തവണ BJPക്ക് നല്ല വോട്ട് ബാങ്ക് ഉള്ള ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ തവണ സംസ്ഥാന പ്രസിഡന്റ് ഇടയ്ക്ക് വളരെ പ്രസ്റ്റീജിയസ് ആയ ഒരു മത്സരം കാഴ്ചവെച്ചു. ഇത്തവണ അനിൽ ആൻ്റണി വരുന്നു. 3 പേരും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാധാരണഗതിയിൽ ഒരു ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻസിന്റെ വോട്ട് എന്ന് പറയുന്നത് അവരുടെ തലേ ദിവസം അവരുടെ പള്ളിയിലച്ചൻ പറഞ്ഞാൽ വോട്ട് വീഴുമെന്നാണ് സാധാരണ നമ്മൾ ഈ നാട്ടുപ്രദേശങ്ങളിലെ ജനങ്ങളടക്കമുള്ള സാധാരണക്കാരെല്ലാം പറയാം തലേ ദിവസം ഒരു ഇടയലേഖനമോ എന്തെങ്കിലുമൊക്കെ വന്നാൽ വോട്ട് വീഴുന്നു. പക്ഷെ ഇത്തവണ എങ്ങനെയാണ് ഇവരുടെ വോട്ട് പാറ്റേൺ എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം 3 പേരും തീർച്ചയായിട്ടും ക്രിസ്തീയ വിശ്വാസികളായ സ്ഥാനാർത്ഥികളായി വരുന്നു. അതുകൂടാതെ കഴിഞ്ഞ വർഷവും അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം വീണ ജോർജാണ് കൂടെ നിന്നത്. വീണ ജോർജ് ഉണ്ടായിരുന്നു, ആൻറ്റോ ആൻ്റണി ഉണ്ടായിരുന്നു. ഒത്ര വോട്ട് പിടിക്കുകയും ചെയ്തു. അത് പക്ഷെ നമുക്കപ്പോൾ ഹിന്ദുക്കളുടെ വോട്ടാണ് എന്ന ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ പോലും സഭകളുടെ വോട്ട് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഈ പ്രാവശ്യം അതിനുള്ള ഒരു സാധ്യത എങ്ങനെയാണ്? ഒന്ന്, BJPയോടുള്ള സഭകളുടെയും ന്യൂനപക്ഷങ്ങളുടെയും ഒക്കെ പ്രശ്നം മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് PC ജോർജ് അടക്കമുള്ളവരുടെ പാർട്ടി പ്രവേശം പ്രത്യേകിച്ച് BJPയിലേക്ക് തന്നെ ചേരുകയാണ്. ഒരു ഘടകകക്ഷിയായി നിന്നല്ല BJPയിലേക്ക് ചേരുന്നു. ആദ്യഘട്ടത്തിൽ PC ജോർജിന് ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നു. മണ്ഡലത്തിൽ അത്ര സുപരിചിതനായ സ്ഥാനാർത്ഥിയല്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് PC ജോർജ് ഉണർന്ന് പ്രവർത്തിക്കുകയും ഇപ്പോൾ വളരെ സജീവമായി തന്നെ കഴിഞ്ഞ ദിവസം എന്നെ കണ്ടപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ജയിക്കണം, അതിനുവേണ്ടി ഞാൻ കൂടെ നിന്ന് ജയിപ്പിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനിടയിൽ ചില നേരത്തെ ഉണ്ടായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ചെറിയ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആ വിവാദങ്ങൾ വേണ്ടത്ര രീതിയിൽ ആ മണ്ഡലത്തിൽ പ്രതിഫലിക്കാൻ സാധ്യതയില്ല. കാരണം കോൺഗ്രസിൻ്റെ കാലത്ത് UPA സർക്കാരിൻ്റെ കാലത്ത് നടന്ന ഏതോ ഒരു ഡീലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അനിൽ ആൻ്റണി അവിടെ ഒരു പക്ഷേ വിജയത്തിലേക്ക് അടുക്കുകയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രംഗത്തൊരു ഐക്കണാകുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. ആദ്യത്തെ അപരിചിതത്വം രാജീവ് ചന്ദ്രശേഖറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് അദ്ദേഹം വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു അപരിചിതത്വം
അതങ്ങ് നമ്മൾ വിചാരിച്ചതുപോലെയല്ല. അനിൽ ആന്റണിക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിടത്തു നിന്ന് അനിൽ ആന്റണി കുറച്ചുകൂടി യുവാക്കളോടും പ്രവർത്തനത്തിൻ്റെ ഒക്കെ ഫലമായി കുറച്ച് മുന്നേറുന്നുണ്ട്. അല്ല, അവിടെ അനിൽ ആന്റണി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെക്കാളേറെ BJP എന്ന് പറയപ്പെടുന്ന പാർട്ടിക്കും ഒപ്പം തന്നെ RSS എന്ന് പറയുന്ന സംഘടനയ്ക്കും വേരോട്ടമുള്ള മണ്ഡലം. അവിടെ ഇപ്പോൾ അനിൽ ആന്റണി തന്നെ നിൽക്കണമെന്നോ അനിൽ ആന്റണി മാത്രമേ വിജയിക്കൂ അങ്ങനെയൊന്നുമില്ല. അനിൽ ആന്റണിക്ക് ഒരു സൗഭാഗ്യമാണ് അവിടെ ആദ്യത്തെ മത്സരം തന്നെ ക്ലാസ് മണ്ഡലത്തിൽ മത്സരിക്കുക എന്നുള്ളത് കിട്ടുന്നത് ഒരു സൗഭാഗ്യമാണ്. വിജയിച്ചു വരാനുള്ള കഴിവുണ്ടാകട്ടെ, അത്തരത്തിൽ വിജയിച്ചു വരട്ടെ. പക്ഷേ അതിനപ്പുറം ഇപ്പോൾ ശ്രീല പറഞ്ഞു നിർത്തിയ ഒരു കാര്യം, 25 ലക്ഷം രൂപയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വിവാദമാണ് ഇപ്പോൾ കത്തി നിൽക്കുന്നത്. അത് ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ അനിൽ ആന്റണി വിജയിക്കുവാനുള്ള സാധ്യത ഉണ്ട് എന്ന് സ്വാഭാവികമായിട്ടും തോന്നുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെ. കാരണം ഈ ആന്റോ ആന്റണിയുടെ ഒരു പ്രകടമാണ്. അല്ല, ഈ സഭകളുടെ പുത്രനാണ് ആന്റോ ആന്റണി എന്ന് പറയുകയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാട്ടും പാടി ജയിച്ചു പോകുന്ന സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായെങ്കിൽ കൂടിയും പലപ്പോഴും ആന്റോ ആന്റണിയുടെ ഒരു വോട്ട് പാറ്റേൺ, വോട്ട് ഷെയറിങ്, ലഭിച്ച വോട്ട് ഭൂരിപക്ഷം എന്നുള്ളത് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കുക. കാരണം കഴിഞ്ഞ 2019 എല്ലാ മണ്ഡലങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ ഒരു തരംഗം ഉണ്ടായിരുന്നു, ശബരിമലയുടെ ബന്ധപ്പെട്ട വിഷയങ്ങൾ. പക്ഷേ ആന്റോ ആന്റണിക്ക് പക്ഷേ പത്തനംതിട്ടയിൽ വോട്ട് കുറവായിരുന്നു, ഭൂരിപക്ഷം കുറവായിരുന്നു. കാരണം 2009 ജയിക്കുമ്പോൾ 1 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചത്. എന്നാൽ 2014 ജനിക്കുമ്പോൾ 56,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ 2019 വിജയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി കിട്ടിയത് 44,000 വോട്ടാണ്, അതിൻ്റെ ഭൂരിപക്ഷമാണ്. അപ്പോൾ ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ 1 ലക്ഷവും 1.5 ലക്ഷവും 50,000 കുറഞ്ഞുള്ള ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യം ഇല്ലായിരുന്നു. അങ്ങനെയുള്ള മണ്ഡലത്തിൽ ആന്റോണിക്കാണ് ഏറ്റവും കുറവ് ഭൂരിപക്ഷം അങ്ങനെയാണെങ്കിൽ ലഭിച്ചിരിക്കുന്നത്. ആ ഒരു സാഹചര്യം, ലഭിച്ചവരിൽ കുറവ് കിട്ടിയ ആൾ അങ്ങനെയാണെങ്കിൽ അതിൽ നിന്നും കുറവായിരിക്കണം ഇപ്പോൾ വരേണ്ടത്. മറ്റൊന്ന്, ഈ ആന്റോ ആന്റണിയുടെ സഭകൾക്കൊരു ആഭിമുഖ്യമുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ അതേസമയം തോമസ് ഐസക്കിനോടുണ്ടോ എന്നുള്ളതിന് അറിയില്ല. എന്നാൽ അതേസമയം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വോട്ട് പാറ്റേൺ, വോട്ട് ഷെയർ മാറി വന്നേക്കാം. അങ്ങനെയുള്ള സാധ്യത അതിനകത്ത് കാണുന്നു. മറ്റൊന്ന്, ഈ 2,97,000 വോട്ടുകൾ, അതായത് കെ സുരേന്ദ്രൻ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ നിന്ന് വാങ്ങിക്കൂട്ടിയ വോട്ടുകൾ, അതാരുടേതാണ്? അത് RSSന്റെയും BJPയുടെയും വോട്ടുകളാണ്. അല്ലാതെ കെ സുരേന്ദ്രന് വേണ്ടിയിട്ട് ചെയ്ത വോട്ടുകളല്ല, ശബരിമല വിഷയമായി ചെയ്ത വോട്ടുകളുമല്ല. അപ്പോൾ ശബരിമല വിഷയം വന്നപ്പോൾ അതൊന്ന് ക്രോഡീകരിക്കപ്പെട്ടു, ആ വോട്ടുകൾ ഒരേ തരത്തിലേക്ക് എത്തപ്പെട്ടു. എന്നിട്ട് ആ വോട്ടുകളെല്ലാം കൃത്യമായി ആ വോട്ട് ബാങ്കിലേക്ക് എത്തി. അവിടെയും ചില കണക്കുകൂട്ടുകൾ തെറ്റിയത് കൊണ്ടാണ് കഴിഞ്ഞ വർഷം കെ സുരേന്ദ്രന് അവിടെ ജയിച്ചു വരാൻ കഴിയാതായി പോകുന്നത്. കാരണം പിന്നെയുള്ള വോട്ട് അത്രയും കൂടുതൽ ഈ സഭകളുടെ സമുദായ സംഘടനകളിലൊക്കെ വല്ലാത്തൊരു അപ്രമാദിത്വം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അതുമാത്രമല്ല, ഈ രാഹുൽ ഗാന്ധി എഫക്റ്റ് അവിടെ ഫീൽ ചെയ്യുകയും ചെയ്തു. ഇപ്രാവശ്യം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ പ്രശ്നമില്ല. അപ്പോൾ അത്തരത്തിൽ ഇപ്രാവശ്യം സഭകൾ ഭിന്നിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നു. മാത്രമല്ല, സഭകൾ നരേന്ദ്രമോദിയുമായിട്ട് 2019 ശേഷം അടുത്തു. കാരണം ഇപ്പോൾ സഭകളുമായി മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. മാത്രമല്ല, കഴിഞ്ഞ ദിവസം പിലിഭത്തിൽ അദ്ദേഹം നരേന്ദ്രമോദി ഒരു പ്രസംഗം നടത്തി, ഒരു വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു റാലിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചൊരു വിഷയം, പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ ഇന്ത്യ തയ്യാറാകുന്നു. ഇവിടെ ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട്, പേടിപ്പെടുത്തിക്കൊണ്ട് കാര്യം നേടിയെടുക്കുവാൻ അല്ലെങ്കിൽ വോട്ട് നേടിയെടുക്കുവാനുള്ള ശ്രമം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരേ ഒരു വാദം, ന്യൂനപക്ഷങ്ങളെ പുനരധിവസിപ്പിക്കുവാൻ നമ്മളല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ BJP അത് ചെയ്യാൻ തയ്യാറാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ തള്ളിവിടുന്നില്ല. ആ ന്യൂനപക്ഷങ്ങൾ ഏതാണെന്ന് വളരെ കൃത്യമായിട്ട് സഭകൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആ സഭകളിൽ ഉൾപ്പെടുന്നവരെ കൃത്യമായി ഉൾക്കൊള്ളുവാനുള്ള കരുത്തും ഈ രാജ്യത്തിനുണ്ട് എന്നും മോദിക്കുണ്ട് എന്നും അറിയിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോദിയുമായിട്ട് യാതൊരു തരത്തിലുമുള്ള ഒരു അകൽച്ച, മുമ്പുണ്ടായിരുന്ന അകൽച്ച ഇപ്പോൾ സഭകൾക്കില്ല. മാത്രമല്ല, മണിപ്പൂർ വിഷയം ചൂണ്ടിക്കാട്ടി ചിലരെങ്കിലും CPM അടക്കമുള്ളവർ മണിപ്പൂർ വിഷയം ചൂണ്ടിക്കാട്ടുന്നുണ്ടെങ്കിലും മണിപ്പൂരിലെ യഥാർത്ഥ പ്രശ്നം ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിയ ഒരുപാട്, അതിപ്പോൾ നമുക്ക് ഇടുക്കി രൂപതയാണെങ്കിലും കഴിഞ്ഞ ദിവസം ഈ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ഒരു ഐക്യപ്പെടൽ BJPയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. BJP പറയുന്നത് ശരിയാണ്, ലോങ് റണ്ണിൽ അത് ശരിയായി വരുന്നു എന്നുള്ള ഒരു ഐക്യപ്പെടൽ ഉണ്ടായിട്ടുണ്ട്. മണിപ്പൂർ വിഷയത്തിലും അത് തന്നെയാണ് ഉണ്ടായത്. മണിപ്പൂർ വിഷയത്തിൽ ഇവർ പറഞ്ഞതല്ല യാഥാർത്ഥ്യമെന്ന് നിരവധി സഭകളും സഭകളുടെ പ്രതിനിധികളും എല്ലാം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതല്ല യാഥാർത്ഥ്യം. മണിപ്പൂർ വിഷയം നേരത്തെ മുതലുള്ളതാണ്. മാത്രമല്ല, മണിപ്പൂരിന് തൊട്ടടുത്ത് കിടക്കുന്ന മിസോറാമിലടക്കം പിന്നീടുള്ള തെരഞ്ഞെടുപ്പ് BJP നില മെച്ചപ്പെടുത്തുകയാണ് ചെയ്തത്.
അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള ജാതീയമായ പ്രശ്നങ്ങളില്ല. മണിപ്പൂർ എന്ന് വിലപിക്കുന്നത് കേരളത്തിലെ CPM-കാരും കോൺഗ്രസ്സുകാരും മാത്രമാണ്. മറ്റാരും അതിനെക്കുറിച്ച് പറയുന്നില്ല. നെഗറ്റീവായ സാധ്യതകൾ, നെഗറ്റീവായ പ്രശ്നങ്ങളൊന്നുമില്ലാത്തൊരു തെരഞ്ഞെടുപ്പ് ഭരണവിരുദ്ധ വികാരമെന്ന് പറയാനില്ല. ആകെ പറയാനുള്ളത് ഞങ്ങളെ ഈടി പേടിപ്പിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ്. അതിപ്പോൾ കരുവന്നൂർ വിഷയത്തിലാണെങ്കിലും കിഫ്ബിയുടെ വിഷയത്തിലാണെങ്കിലും ഒക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇടതുപക്ഷത്തിൻ്റെ ഒരു ഇരട്ടത്താപ്പ്. ഞങ്ങളെ ഞെരുക്കുന്നു, ഞങ്ങൾക്ക് പണം തരുന്നില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ എല്ലാ ഇരട്ടത്താപ്പുകളും വ്യക്തമായി ജനങ്ങൾക്ക് മനസ്സിലാക്കി തുടങ്ങി. അതുതന്നെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. തെരഞ്ഞെടുപ്പ് രംഗത്ത് BJPക്ക് നെഗറ്റീവായി പറയാനൊന്നുമില്ല. ആ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇത്രയും കാലം ഭരിച്ചിട്ടും ഭരണവിരുദ്ധ വികാരമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിലേക്ക് എത്തുകയാണ്. അഴിമതി ആരോപണമില്ലാത്തൊരു തെരഞ്ഞെടുപ്പ്. 2014 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ അഴിമതി ആരോപണം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ പരാജയമാണ്. ആ പരാജയമായിരിക്കും ഇപ്രാവശ്യം വിജയത്തിന്, അതായത് NDAക്കുള്ള വിജയത്തിന് മുന്നേ വിജയം നേടാൻ പോകുന്നതിൻ്റെ ഒരു കാരണങ്ങളിലൊന്ന് ഇവരുടെ ഈ ഇത്തരത്തിലുള്ള കഴിവുകേടാണ്. ഈ കഴിവുകേട് തുറന്നു കാണിക്കുവാൻ BJPക്കും അല്ലെങ്കിൽ NDA മുന്നണിക്കും കഴിഞ്ഞു എന്നുള്ളതാണ് ഇവരുടെ വിജയം. മറ്റൊന്ന്, ഈ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന സംഘടനയ്ക്ക് നിലനിൽപ്പില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നു. ഇവിടെ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞല്ലേ, ഇടുക്കി രൂപതയുടെ പെരുന്തോട്ടം അച്ഛൻ പറഞ്ഞിട്ടുള്ളത്, പിതാവ് കൃത്യമായിട്ടിപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുന്ന രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി എന്തിനാണ് വയനാട്ടിൽ വന്നതെന്ന് മത്സരിക്കുന്നത് എന്നാണ് അദ്ദേഹം തന്നെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ കൃത്യമായിട്ടുള്ള ഒരു സൂചനയാണത്. കാരണം രാഹുൽ ഗാന്ധിയെ ഉൾക്കൊള്ളാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. അതായത് അദ്ദേഹം പറയുന്നത് വയനാട്ടിലെ ജനങ്ങളുടെ മലയാള ഭാഷ പോലും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്ത, ഇവിടുത്തെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ അറിയാത്ത, ഈ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാത്ത, ഈ പ്രശ്നങ്ങൾ എന്താണെന്ന് ആരായാൻ ശ്രമിക്കാത്ത ഒരു MPയെ ഈ നാട്ടുകാർക്ക് ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പോൾ അവിടെ ആനിരാജയാണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നത് K. സുരേന്ദ്രൻ മത്സരിക്കുന്നുണ്ടല്ലോ എന്നുള്ള വേണമെങ്കിൽ വിജയിപ്പിച്ചുകൂടെ എന്നുള്ള വളരെ പറയാതെ പറയുന്ന സന്ദേശമാണ്. ഇതിപ്പോൾ നമ്മൾ ആദ്യം ശ്രീ പറഞ്ഞതുപോലെ വേണമെങ്കിൽ ഒരു ഇടയലേഖനം വായിച്ചിട്ട് നിങ്ങൾ നാളെ വോട്ട് ചെയ്യുന്നത് ഇന്ന ആർക്ക് ചെയ്യൂ എന്ന് പറയുന്നതിനെ പോലെ തന്നെയാണ് രാഹുൽ ഗാന്ധിയെയും ആനുരാജിയെയും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചിന്തിക്കൂ, പകരം നാട്ടുകാരിൽ ഒരാളെ തിരഞ്ഞെടുത്താൽ പോരെ എന്നുള്ള വാദം മുന്നോട്ട് വയ്ക്കുന്നുള്ളത് കെ സുരേന്ദ്രനെ ഉദ്ദേശിച്ചുകൊണ്ടാണെന്ന് പറയുമ്പോഴും, പക്ഷേ ഇപ്പോൾ അവിടുന്ന് നമ്മുടെ LDF പക്ഷെ പറയുന്നുണ്ട് ആനിരാജ വയനാട്ടുകാരിയാണ്, വയനാട്ടിൽ നിന്നുള്ള ഒരു മലയാളിയാണ് ആനിരാജ എന്ന് പറഞ്ഞ് അതിനൊരു മറുവാദം പറയുന്നുണ്ട്. പക്ഷെ എങ്കിൽ കൂടിയും ഇതിനകത്ത് പറയാതെ പറയാൻ ഇടുക്കി രൂപതയുടെ പിതാവ് ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും മോദിയോട് വിരോധമില്ല എന്നും BJPയോട് അകലമില്ല എന്നും ഉള്ള സൂചനകളാണ് എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് തന്നെ അനുമാനിക്കാം. അങ്ങനെയാണെങ്കിൽ സുരേന്ദ്രൻ്റെ സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അവിടെ 5 വർഷത്തിനിടയിൽ 9 പ്രാവശ്യം മാത്രം വന്നു പോയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പോലും ഇങ്ങനെയല്ല. ടൂറിസ്റ്റുകാർ പോലും എനിക്ക് ഒന്ന് ഒരു വർഷത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 വട്ടം ഓണം, ക്രിസ്മസ്, ന്യൂ ഇയർ അങ്ങനെയെങ്കിലും സ്വന്തം പൈസ എടുത്ത് വരണം. രാഹുൽ ഗാന്ധിക്ക് അതിന്റെ ആവശ്യം പോലും ഇല്ല, എന്നിട്ട് പോലും വരത്തില്ല. അപ്പൊ അങ്ങനെ വരാത്ത ഒരാൾ ഒരു വർഷത്തിൽ ചില വെക്കേഷൻ അവധിക്ക് വേണമെങ്കിൽ വരുന്ന ടൂറിസ്റ്റുകളുണ്ട്, ഒരു 10 ദിവസം. അങ്ങനെ വർഷത്തിൽ 5 പ്രാവശ്യം 50 പ്രാവശ്യം ആയാലേ അതുപോലും വരാത്ത ഒരാൾ ഇയാളെയൊക്കെ എവിടെ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ അദ്ദേഹം വരുന്നതുകൊണ്ട് ഗുണം ചായക്കടക്കാർക്ക് മാത്രമാണ്. 2-3 ചായക്കടക്കാർ ഫേമസ് ആകും, അതിനപ്പുറത്തേക്ക് ഫേമസ് ആകും. പക്ഷേ ചായക്കടക്കാർക്ക് വേറെ വലിയ അത് കച്ചവടം നടക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ചായക്കടക്കാർക്ക് ഒരു പോപ്പുലാരിറ്റി ഒക്കെ പത്രത്തിലുള്ള ഒരു ഫോട്ടോയും ഒക്കെ വരും. ചെല്ലപ്പൻ ചേട്ടൻ്റെ ചായക്കടയിലേക്ക് ഓടിക്കേറി അവിടെ നിന്ന് വട കഴിച്ചു, ഇവിടെ നിന്ന് പഴംപൊരി കഴിച്ചു എന്നൊക്കെ വരുമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു കാര്യം കൂടെ ഉണ്ടെന്ന് തോന്നില്ല. അവിടുത്തെ ജനങ്ങളുടെ വലിയ പ്രശ്നങ്ങളുണ്ട്. കാട്ടാനയുടെ പ്രശ്നം, ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ട ഒരുപാട് വന്യജീവികളുടെ പ്രശ്നം, പുലി ഇറങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പുലി പിടിക്കുന്ന ജനങ്ങൾ, മരണപ്പെട്ടു പോകുന്നവർക്ക് എന്തെങ്കിലും ഒരു ധനസഹായം ചെയ്യുവാനുള്ള എന്തെങ്കിലും ഒരു നടപടിക്രമം സ്വീകരിച്ചിട്ടുണ്ട് ഒരു MP എന്ന നിലയിൽ. മാത്രമല്ല ഇപ്പോൾ ഈ വന്ന 3-ാം തീയതി വന്നിട്ട് പത്രിക സമർപ്പിക്കാനായിട്ട് ഞാനിതെത്തുന്നു, എത്തിയാലപ്പോൾ തന്നെ മടങ്ങിപ്പോകും. അങ്ങനെ എത്തിയാൽ മടങ്ങിപ്പോകാനായിട്ട് ഒരുത്തൻ്റെ ആവശ്യമുണ്ടോ? ഞാൻ അപ്പോൾ ചിലപ്പോൾ ശ്രീയും വിചാരിക്കും ഇങ്ങനെ നമ്മൾ ഒരാളെക്കുറിച്ച് പറയുന്നത് ശരിയാണ്, കുറച്ചുകൂടെ ബഹുമാനത്തോട് സംസാരിക്കണ്ടേ. വയനാട്ടിലുള്ള എൻ്റെ സുഹൃത്തുക്കളടക്കം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ചില വാദങ്ങളാണതല്ല. ഇങ്ങനെയുള്ള ഒരുത്തനെ തിരഞ്ഞെടുത്തതിൽ ഞങ്ങൾ ദുഃഖിക്കുന്നു, ഖേദിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടുത്തെ കോൺഗ്രസ്സുകാർ പോലും ഈ 4 ലക്ഷം ഭൂരിപക്ഷം കൊടുത്ത മുസ്ലിം ലീഗ് അടക്കമുള്ള ആ പാർട്ടിക്കാരും കോൺഗ്രസ്സുകാർ പോലും രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പിന്നെ ഇതേ സ്വഭാവമാണ് അമേഠിയിൽ കാണിച്ചിരുന്നത്. അതുകൊണ്ടാണ് അമേഠിയിൽ നിന്ന് ഓടിപ്പോരുന്നത്. അപ്പം അവിടെയുള്ള ജനങ്ങൾ കുറച്ചുകൂടെ പ്രബുദ്ധരായപ്പോൾ സത്യത്തിൽ അമേഠിയിലേക്ക്
ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാൻ പോലും കോൺഗ്രസിന് രണ്ടുപേർക്കും പരാജയപ്പെടും എന്നുള്ള ഉറപ്പാണ്. കാരണം പ്രിയങ്ക ഗാന്ധിക്ക് നിൽക്കാൻ പറ്റില്ല. അതെ, റോബർട്ട് വാദ്ര ഇപ്പൊ പറയുന്നുണ്ട് എനിക്ക് തന്നെ അവിടെ കാത്തിരിക്കുകയാണ്. റോബർട്ട് വാദ്ര അവിടെ സ്ഥാനാർത്ഥിയാണെന്ന് കോൺഗ്രസ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അത് തോറ്റു കഴിഞ്ഞു. കോൺഗ്രസിന്റെ എല്ലാ സ്ഥാനാർത്ഥികളും തോറ്റു. അത് തന്നെ അങ്ങനത്തെ അവസ്ഥയാണ്. കാരണം ഈ വദ്രയെ പോലുള്ള കാട്ടുകള്ളന്മാരെയൊക്കെ പിടിച്ചുകൊണ്ട് നിർത്തുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ചിലപ്പോൾ വടക്കേന്ത്യയിൽ നടക്കുമായിരിക്കും, ഇവിടെ തെക്കേന്ത്യയിലും അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിൽ നടക്കുമായിരിക്കും, ബാക്കിയുള്ള പാർട്ടികൾ ചിലപ്പോൾ നടക്കില്ല. കാരണം ഇത്രയും അഴിമതി വീരനായിട്ടുള്ള ഭൂമി കുംഭകോണം നടത്തുന്ന വേറെ തന്നെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? DLF-മായി വരുന്ന വിഷയങ്ങളൊക്കെ ഇടപെട്ട് വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കിയിട്ട് പാർട്ടിക്ക് തന്നെ പ്രതിസന്ധി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കാരെ ഒരിക്കലും സമ്മതിക്കില്ല. പാർട്ടിയിൽ ഇനിയെങ്കിലും ജീവനോടുള്ള ആരെങ്കിലും ഒക്കെ നട്ടൽ ബാക്കി പണയം വയ്ക്കാത്ത കുറച്ച് പേരെങ്കിലും പാർട്ടിക്കുള്ളിൽക്കാരും അവർ കൂടി ഒരു 5 വർഷം കൊണ്ട് ആ പാർട്ടി ഇല്ലാതാകും. അതിനോടൊപ്പം തീരാൻ പോകുന്ന ആ പാർട്ടിക്കാരെങ്കിലും സമ്മതിക്കില്ല. അതുകൊണ്ട് ഭദ്രയ്ക്കും അങ്ങനെയുള്ള സാധ്യതയൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, വയനാട് പോലുള്ള മണ്ഡലത്തിൽ ഏത് തരത്തിലാണോ പൗരോഹിത്യം സ്വീകരിക്കപ്പെട്ട ബിഷപ്പുമാർ അല്ലെങ്കിൽ പിതാക്കന്മാർ സ്വീകരിക്കുന്ന നടപടികൾ, അത് അവിടെ സ്വീകരിക്കുന്ന അതേ നടപടികൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം അലയടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണെങ്കിൽ പത്തനംതിട്ടയിലും അത്തരത്തിലുള്ള കാറ്റ് വീശും. അത് അനിൽ ആൻ്റണിക്കും അത് അനുകൂലമായിട്ടുണ്ടാകും, ആൻ്റണിക്കും കിട്ടും. കാരണം ഈ സഭകൾ എന്ന് പറയപ്പെടുന്നത് എപ്പോഴും അങ്ങനെയാണല്ലോ, സഭയുടെ പുത്രന്മാരായി കാണുകയും ഒപ്പം തന്നെ സഭയ്ക്ക് അനുകൂലമല്ലാത്തൊരു കാലാവസ്ഥ ഉണ്ടാവുകയും ചെയ്താൽ അവർ സഭയ്ക്ക് അനുകൂലമാകുന്ന കാലാവസ്ഥ എവിടെ ലഭിക്കും ആ മേഖലയിലേക്ക് പോകും. അങ്ങനത്തെ സ്ഥിതിവിശേഷം ഉണ്ടാകും. അവിടെ BJP-കാരനാണെന്നോ നരേന്ദ്രമോദിയാണെന്നോ പ്രശ്നമില്ല. എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഇത്തവണ പ്രതിപക്ഷത്തിരിക്കുന്ന MP ആണോ ഭരണപക്ഷത്തിരിക്കുന്ന കേന്ദ്രമന്ത്രിയോ അല്ലെങ്കിൽ ഭരണപക്ഷത്തിരിക്കുന്ന MP-യോ എന്ന് അവിടുത്തെ ഇടവക്കാർ ചിന്തിക്കാതിരിക്കാൻ തരമില്ല. കാരണം ഇടവക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിദ്യാഭ്യാസ ഇൻസ്റ്റിറ്റ്യൂഷൻ അടക്കം നിരവധി സ്ഥാപനങ്ങൾ, അവരെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും അവരുടെ ആളായി ഒരാൾ പോകുന്നതായിരിക്കും അവർക്ക് കൂടുതൽ ഉചിതമാവുക. മാത്രമല്ല, ഇത്രയും നാൾ മിണ്ടാതിരുന്ന ദല്ലാൽ നന്ദകുമാർ അടക്കമുള്ളവർ, PJ കുര്യൻ അടക്കമുള്ളവർ ഇപ്പോൾ രംഗത്ത് വന്ന ആരോപണം ഉന്നയിക്കുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന 10 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ഡീലിനെ പറ്റി ഇപ്പോൾ വന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഒരു മനസ്സിലാക്കാൻ സാധിക്കുന്നത് അനിൽ ആന്റണി മണ്ഡലത്തിൽ സുപരിചിതനായി കഴിഞ്ഞു. ഏതാണ്ട് മറ്റുള്ളവർ പരാജയം മണത്തു തുടങ്ങിയിരിക്കുന്ന പരാജയ ഭീതി തന്നെയാണ് അതിന് പിന്നിൽ നമുക്ക് മനസ്സിലാക്കാൻ. പറയേണ്ട കാര്യമില്ല. എവിടെ നിന്ന് ദല്ലാൽ കഴിഞ്ഞ കുറെ നാളുകളായി ദല്ലാൽ നന്ദകുമാർ എവിടെയാണെന്ന് പോലും അറിയില്ല. പകരം അത് മാത്രമല്ല, ദല്ലാൽ നന്ദകുമാർ പറയുന്ന ഒരു കാര്യത്തിന് PJ കുര്യൻ സപ്പോർട്ട് ചെയ്യുക. അത് ദല്ലാൽ നന്ദകുമാറിനെ പോലുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് മാധ്യമങ്ങളടക്കം ഇങ്ങനെ അതിന്റെ പുറകെ പോവുക, ഇങ്ങനെ ദല്ലാൽ നന്ദകുമാറിനൊക്കെ ഉയർത്തി കാണിക്കേണ്ട ആവശ്യമുണ്ട്. ബാക്കിയുള്ള ക്രിമിനലുകൾ പോലെ തന്നെയാണ് ദല്ലാൽ നന്ദകുമാർ, സംശയമൊന്നുമില്ല. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ അനിൽ കെ ആന്റണിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയത്തിന്റെ യഥാർത്ഥ വിഷയം എന്താണ്? CBI എന്ന് പറയപ്പെടുന്ന സംവിധാനത്തിനുള്ളിൽ ഒരു അഡ്വക്കേറ്റ്, ഒരു അഭിഭാഷകൻ ആവശ്യമാണ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അഭിഭാഷകനാകുന്നതിന് വേണ്ടിയിട്ട് ഈ ശാസ്തമംഗലം അജിത്ത് എന്ന് പറയപ്പെടുന്ന അഭിഭാഷകനുമായി ബന്ധപ്പെടുന്നത്. ഇതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് അറിയില്ല. ഈ വസ്തുതകളൊക്കെ പറയണമെങ്കിൽ ശാസ്തമംഗലം അജിത്ത് തന്നെ തീർച്ചയായിട്ടും പറയണം. പക്ഷേ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ട് 25 ലക്ഷം രൂപ നൽകി ഈ ദല്ലാൽ നന്ദകുമാറുമായി ബന്ധപ്പെട്ടിട്ട് അത് അനിൽ ആന്റണിക്ക് നൽകുന്നു എന്നുള്ളതാണ് കേസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിവാദവുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നത്. പക്ഷേ ഇത് നടന്നിട്ടുണ്ടോ എന്ന് പറയേണ്ടത് ഈ ശാസ്തമംഗലം അജിത്തിന്റെ പേര് ഇതിനകത്തേക്ക് അത് മാത്രമല്ല, ഈ പറയുമ്പോൾ തന്നെ പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ട കുറെ ഫയലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. ആ ഫയലുകൾ നന്ദകുമാറിന്റെ കയ്യിൽ ഉണ്ട് എന്നാണ് നന്ദകുമാർ അവകാശപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ അനിൽ ആന്റണി അല്ലേ അതിൽ കുറ്റക്കാരൻ? അതെ, അതാണ് പറഞ്ഞത്. ഒന്നുകിൽ ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്താണ്? ഇങ്ങനെ 25 ലക്ഷം രൂപ നൽകാൻ ശ്രമിച്ചിട്ടോ ഉണ്ടെന്ന് അഭിഭാഷകനായിട്ടുള്ള ശാസ്തമംഗലം അജിത്ത് ആദ്യം വ്യക്തമാക്കണം. ഞാൻ ഇങ്ങനെ ഇടപെട്ടിട്ടുണ്ടോ, 25 ലക്ഷം രൂപ കൊടുത്തിട്ട് എന്നെ ഇവിടെ CBIയുടെ അഭിഭാഷകനാക്കണമെന്ന് പറയുന്നതിൽ ശരിയുണ്ടോ എന്ന് അഭിഭാഷകനായിട്ടുള്ള ശാസ്തമംഗലം അജിത്ത് പറയണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പ്രതിരോധ വകുപ്പിന്റെ രേഖകളടക്കം അതിന്റെ കോപ്പികളടക്കം ഈ ദല്ലാൽ നന്ദകുമാറിന്റെ കയ്യിലുണ്ട് എന്ന് ദല്ലാൽ നന്ദകുമാർ പറയുമ്പോൾ തന്നെ ദല്ലാൽ നന്ദകുമാറിനെ പിടിച്ച് അകത്താക്കേണ്ടതാണ്, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളാണെങ്കിൽ. ഇനി മറ്റൊന്ന്, ഈ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിട്ടുള്ള AK ആന്റണി ഇതിന് മറുപടി പറയണ്ടേ? കൃത്യമായിട്ട് മറുപടി പറയണ്ടേ? അദ്ദേഹത്തിന്റെ ഓഫീസ് ഇത്രയും അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഒരു സംവിധാനമാണ്. രാജ്യത്തിന്റെ പ്രതിരോധ വകുപ്പിനെ ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത്? അല്ലെങ്കിൽ തന്നെ സ്വന്തം മകന് കയറി ഇറങ്ങി നടക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മേഖലയാണോ ഈ പറയുന്ന പ്രതിരോധ വകുപ്പിന്റെ മന്ത്രാലയം? അത്രേ ഉള്ളൂ. അന്നത്തെ പ്രതിരോധ വകുപ്പ് ആരായിരുന്നോ കൈകാര്യം ചെയ്തത്, പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ട് വരുന്നവർക്ക് തന്നെയാണ് അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം. അതിനകത്ത് അനിൽ ആന്റണിയെ കുറ്റപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്ന കാര്യമില്ല. ഇനി അഥവാ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ BJP-യുമായിട്ട് അനിൽ ആന്റണിക്ക് ഒരു ബന്ധവുമില്ലാത്തൊരു കാലഘട്ടത്തിലുള്ള സംഭവമാണ്. അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നത് കുത്തിക്കൊണ്ടുവരുമ്പോൾ അത് ആരാണോ ഉണ്ടായിരുന്നത്, ആരാണോ അത് ഉണ്ടാക്കിയിരുന്നത്, 10 വർഷത്തിന് മുമ്പ് പ്രതിരോധ വകുപ്പ് ആരാണ് കോൺഗ്രസ്സാണ് ഭരിച്ചിരുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ പുത്രൻ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആന്റണിയുടെ പുത്രനായിട്ടുള്ള അനിൽ ആന്റണി അന്ന് അങ്ങനെ നടപ്പിലാക്കിയിട്ടുണ്ട് എങ്കിൽ
അത് അന്ന് ചെയ്ത് കണ്ടുപിടിക്കണമായിരുന്നു, അല്ലെങ്കിൽ അത് ചെയ്യണമായിരുന്നു. അന്നാണെങ്കിലും ഇന്നാണെങ്കിലും ഇത് പുറത്തു വരുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം കോൺഗ്രസിനും കൂടെ. അതെ, തീർച്ചയായും. അതിനപ്പുറത്തേക്ക് മറ്റൊരാളെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതിൽ ഒരു ഉത്തരവാദിത്വം ബി ജെ പിക്ക് ഇല്ല, ഒരു ഉത്തരവാദിത്വം ഇല്ല ബി ജെ പിക്ക്. അപ്പൊ ഇന്നിത് കൊണ്ടുവന്നതിന് കാരണം ഈ പറഞ്ഞതുപോലെ പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയുടെ ഇമേജ് വർദ്ധിക്കുന്നു. ഞാനത് വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ട്, അനിൽ ആന്റണി അല്ല വേറെ ഏതൊരു സ്ഥാനാർത്ഥിയാണെങ്കിലും ഇമേജ് കൂടുക തന്നെ ചെയ്യും പത്തനംതിട്ട. കാരണം പത്തനംതിട്ട അങ്ങനെ ഒരു A ക്ലാസ് മണ്ഡലമാണ് ബി ജെ പിയിൽ. ശോഭാ സുരേന്ദ്രൻ ആയിരുന്നെങ്കിലോ അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ ആയിരുന്നെങ്കിലോ അങ്ങനെ കുറച്ചുകൂടി MD രമേശ് ആയിരുന്നെങ്കിലോ ഇങ്ങനെയുള്ളവരെ കൊണ്ട് നിർത്തിയിരുന്നാലും കുറച്ചുകൂടി മുന്നോട്ട് സഞ്ചരിക്കും. അതിനൊന്നും ഒരു കാര്യവുമില്ല, ഒരു മാറ്റവുമില്ല. ഇത് പക്ഷേ അനിൽ ആന്റണിക്ക് ഒരു സൗഭാഗ്യമാണ്, ഒരു ലോട്ടറിയാണ്. അതെ, ആദ്യത്തെ മത്സരത്തിൽ തന്നെ A ക്ലാസ് മണ്ഡലത്തിൽ ബി ജെ പിയുടെ എത്രയോ കാലങ്ങളായി പലരും മത്സരിച്ച് ഇവിടെ വരെ എത്തിച്ച മണ്ഡലമാണ്. അനിൽ സൗഭാഗ്യം തന്നെയാണ്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ അനിൽ ആന്റണിയെ പോലുള്ള ഒരാൾ കോൺഗ്രസിൽ നിന്ന് മറുകണ്ഠം ചാടി ബി ജെ പിയിൽ എത്തുകയും കിട്ടാവുന്നതിൻ്റെ അധികാര സ്ഥാനങ്ങൾ മുഴുവൻ ബി ജെ പി നൽകുകയും A ക്ലാസ് മണ്ഡലങ്ങൾ മത്സരിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഇത്രയും വിശാലമായ മനസ്സ് സ്വീകരിക്കുന്ന പാർട്ടി ബി ജെ പിയെ പോലൊരു പാർട്ടി വേറൊരു പാർട്ടി ഉണ്ടാവില്ല. ഇപ്പോൾ CKP പോലുള്ളവർക്ക് അതിനോട് വിയോജിപ്പുകൾ ഉണ്ട് എങ്കിൽ കൂടിയും ഇത്തരത്തിൽ സമീപനങ്ങൾ സ്വീകരിക്കുവാൻ ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിനാകുന്നു എന്നുള്ളതാണ്. സങ്കുചിതമായ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന സംസ്ഥാന നേതൃത്വം ഉണ്ട് എന്നുള്ളതല്ല, അവർക്ക് അതിനകത്തുണ്ടാകും. കാരണം മനുഷ്യനല്ല ഇതിനകത്തോട് സഹകരിക്കുകയും ഈ പാർട്ടി എന്ന് പറഞ്ഞ് മരിക്കുക, അതായത് അധികാരത്തിൻ്റെ ഒരു പദവികളും ഇല്ലാതിരുന്ന സമയത്തിന് കേന്ദ്രത്തിലും കേരളത്തിലും നല്ല ഒരിടത്തും ഒരു അധികാരവും ഇല്ലാതിരുന്ന കാലത്ത് പോലും RSSന് വേണ്ടിയും ഭാരത് മാതാ കി ജയ് വിളിച്ച് നടന്ന RSS BJP അനുകൂലിക്കുന്ന അണികൾ അവർക്ക് വേദന വീടുകളിൽ പോലും പഴയ കാലത്തെ പ്രവർത്തകർ അവരുടെ വീടുകളിൽ പോലും സ്വീകാര്യരല്ലായിരിക്കും. പല വീടുകളിലും ശാഖയിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് വഴക്കിടുന്ന അച്ഛനമ്മമാരുള്ള വീടുകളാണ്. വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അന്ന് അറിയില്ല ഈ പാർട്ടി എന്താണ്, ഇതെന്താണ് ഈ സംവിധാനം എന്ന് അറിയാത്ത കാലഘട്ടത്തിൽ അതിനിടയ്ക്ക് നിരോധനം വരുന്നു. അപ്പോൾ ആ അറിയാത്ത കാലഘട്ടത്തിൽ പോലും ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച പലർക്കും അതിൽ അസ്വസ്ഥത ഉണ്ടാവും, സ്വാഭാവികമാണ്. കാരണം ഈ അന്നത്തെ പാർട്ടി കേന്ദ്രങ്ങളിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എന്നുള്ളതിനപ്പുറം RSSനോ BJP എന്നോ പറയുന്ന വലിയ സാധ്യതകളായിരുന്നു. ഈ അന്തിക്കമ്പലമുറ്റത്ത് മുളവടി ഏന്തി അങ്ങനെ പറയുന്ന പാട്ടുകൾ പാടി മുന്നോട്ട് പോകുന്ന LDFനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവർക്കെതിരെ സമരം ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവരെ ഗുണ്ടാ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ, തല്ലാൻ നടക്കുന്നവർ എന്നുള്ള ഒരു സമൂഹത്തിലേക്ക് ഒരു വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാക്കിയെടുക്കുന്നതിൽ അന്ന് വിജയിച്ചിരുന്നു കോൺഗ്രസും CPM ഒക്കെ. അത് വിജയിക്കാൻ കഴിയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ RSS എന്താണ് എന്നും RSSന്റെ കേഡർ സ്വഭാവം എന്താണെന്നും RSS കാണിക്കുന്ന ഒരു സമീപനമുണ്ട് കേട്ടോ. അതുകൂടി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. മറ്റുള്ള പാർട്ടികളിൽ പലപ്പോഴും നമ്മൾ കണ്ട് മടുക്കുന്ന ഒരു കാര്യം സ്ത്രീകളോടുള്ള ഒരു പെരുമാറ്റം, സമീപനം. അതിൽ പരാജയപ്പെട്ടു പോകുന്ന ഒരു സമൂഹമാണ് കോൺഗ്രസ്സുകാരും CPMകാരും എന്ന് പറയുമ്പോൾ BJPക്കാരെല്ലാം വളരെ പരിശുദ്ധന്മാരാണ്. ഞാൻ RSSനെയാണ് പറയുന്നത്. RSS എന്ന് പറയുന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്നവർ അവർ അമ്മമാരെ പോലെ പെങ്ങന്മാരെ പോലെ സഹോദരങ്ങളെ പോലെ കാണാൻ ശ്രമിക്കുന്ന ഒരു നല്ല വിഭാഗം ഉള്ള ഒരു വലിയ ചട്ടക്കൂടിനുള്ളിൽ സാംസ്കാരികപരമായ ഔന്നത്യമുള്ള സംഘടന, ഒരു വലിയ കേഡർ സ്വഭാവമുള്ള സംവിധാനം. അങ്ങനെയുള്ള ഒരു സംവിധാനം എന്താണ് എന്ന് തിരിച്ചറിയാൻ ഇന്ന് നമ്മുടെ സമൂഹത്തിന് കഴിയുന്നു എന്നുള്ളതാണ്. പല മേഖലകളിലുമുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് നമുക്ക് ചിലപ്പോൾ ചില എക്സ്പീരിയൻസ് അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പല മേഖലകളിലും ഇത്തരത്തിലുള്ള RSSന്റെ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. RSSന്റെ ശാഖാ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. രാത്രികാലങ്ങളിലുള്ള പലതരത്തിലുള്ള വഴിയാത്ര നടക്കപ്പെടുന്ന സ്ത്രീകൾക്ക് പോലും പലപ്പോഴും അന്തിക്കൂട്ടാവുന്ന തരത്തിൽ അവർക്ക് അങ്ങോട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തപ്പെടുന്നതിന് അവർക്കൊരു കൂട്ടായി വഴികാട്ടിയായി മാറുന്ന തരത്തിൽ വരെ ഇത്തരത്തിലുള്ള RSSന്റെ പ്രവർത്തകരിൽ ബഹുഭൂരിപക്ഷം വരുന്ന നല്ല ആൾക്കാർ ഉണ്ടാകണം. അതിനകത്തും കേടുവന്നവരുണ്ട് എന്നുള്ളതല്ല, ഉണ്ട് എന്ന് തന്നെയാണ്. പക്ഷെ അവരെ പുറത്താക്കാനുള്ള സമീപനം സ്വീകരിക്കുന്ന ആർജവമുള്ള പാർട്ടി കൂടിയാണ്. മാത്രമല്ല സാംസ്കാരിക രംഗത്തും മറ്റ് ഇപ്പോൾ ഒരു അപകടം ഉണ്ടാകുന്നു, ആ രംഗത്തൊക്കെ RSS ഉണർന്ന പ്രവർത്തിക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പ്രളയം വന്ന സമയത്ത് സേവാഭാരതി ചെയ്ത പ്രവർത്തനങ്ങൾ അത് ശ്ലാഘനീയം തന്നെയാണ്. ഒരു കാരണവശാലും അത് പറയാതിരിക്കാൻ ഒരു വ്യക്തിക്കും കഴിയില്ല. അപ്പോൾ അതേ അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ പത്തനംതിട്ടയിലേക്ക് വന്നാൽ പത്തനംതിട്ടയിൽ ഈ RSSന്റെ നല്ല ഒരു പിൻബലമുള്ള RSSന് വലിയ രീതിയിൽ സ്വാധീനമുള്ള ഒരു ജില്ലയാണ് പത്തനംതിട്ട. പ്രത്യേകിച്ച് ആറന്മുള ഉൾപ്പെടുന്ന പ്രദേശങ്ങളൊക്കെ വലിയ രീതിയിൽ അതിന് ഒരു സാധ്യതകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും BJPയെ സംബന്ധിച്ചിടത്തോളം ശബരിമല ഇഷ്യൂവിന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ശബരിമല ഇഷ്യൂ അന്ന് എനിക്ക് തോന്നുന്നു ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു, BJP ജയിക്കുമോ എന്ന്. ആ വോട്ടാണ്. എന്നാൽ CPM വരണ്ട എന്ന ആ വോട്ടുകളാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് കഴിഞ്ഞ തവണ 19 എന്ന മാജിക് നമ്പറിലേക്ക്, 20ലേക്ക് എത്തിയില്ലെങ്കിലും 19 എന്ന മാജിക് നമ്പറിലേക്ക് അവരെ എത്തിച്ചത്. പക്ഷേ ഇത്തവണ സ്ഥിതിഗതികൾ വ്യത്യസ്തമാണെന്ന് വളരെ കൃത്യമായി തന്നെ ഇപ്പോൾ എല്ലാവർക്കും ബോധ്യം വന്നിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും,
ഈ ജയിക്കാൻ സാധ്യതയുള്ള BJPയുടെ സ്ഥാനാർത്ഥികൾക്കെതിരെ എല്ലാം ആരോപണങ്ങളും. രാജീവ് ചന്ദ്രശേഖറിനെതിരെ നോമിനേഷനുമായി ബന്ധപ്പെട്ട് വേറെ ഒരു ആരോപണവും ഇല്ലാത്തപ്പോൾ നോമിനേഷനും അദ്ദേഹത്തിൻ്റെ IT റിട്ടേണുമായി ബന്ധപ്പെട്ട്, അത് കഴിഞ്ഞ് അടുത്ത നോക്കിയാൽ ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ശോഭാ സുരേന്ദ്രനെ കുറിച്ച് ആരോപണം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പൊട്ടിക്കരയുന്ന സ്ഥിതിയെത്തി. അനിൽ ആന്റണിയെ പറ്റിയാണെങ്കിൽ അങ്ങനെ, സുരേഷ് ഗോപിയെ പറ്റിയാണെങ്കിൽ സുരേഷ് ഗോപി മത്സരിക്കുന്നു എന്ന് കേട്ടപ്പോഴേ ആരോപണങ്ങളായി. അതായത് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ, A ക്ലാസ് മണ്ഡലങ്ങൾ, ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ, ഇവരെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന തിരക്കിലാണ് CPM-ഉം കോൺഗ്രസും. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് BJPക്ക് സാധ്യതകളുണ്ട് എന്ന് അടിവരയിട്ട് ഉറപ്പിക്കാൻ കഴിയും. അങ്ങനെ ആ ജയസാധ്യതകളുള്ള മണ്ഡലങ്ങളായി മാറുന്ന മണ്ഡലങ്ങളിൽ ഇത്തരത്തിലുള്ള ഈ പറയുന്ന തരത്തിലുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇനി അഥവാ ഇവർ വിജയിക്കരുത് എന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ കൂടി വേണമെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കും. അവിടെ ഇപ്പോൾ തോമസ് ഐസക് ജയിക്കണമെന്ന് CPM-ന് ഇല്ല എങ്കിൽ കോൺഗ്രസ് ജയിക്കുമെന്നുള്ള കാര്യം 100%. അതെ അതെ. കാരണം അനിൽ ആന്റണി ജയിക്കുമെന്നുള്ള ഉറപ്പ് CPM-ന് ലഭിച്ചു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ അനിൽ ആന്റണി ജയിക്കുന്ന ആളിന് പകരം ആന്റോ ആന്റണി ജയിക്കട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു സമീപനം. പക്ഷെ അങ്ങനെ വിചാരിച്ചാൽ പിന്നീട് മരപ്പട്ടിയിലും ഈനാമ്പച്ചിയിലും ഒക്കെ മത്സരിക്കേണ്ടി വരും. ആ മത്സരിക്കേണ്ടി വന്നാൽ അതും CPM-ന് നഷ്ടമാകും. കാരണം പരമ്പരാഗതമായി രാഷ്ട്രീയം എന്തെന്ന് പോലും അറിയാത്ത വിപ്ലവ ഗാനങ്ങൾ കേട്ട് പാവം പിടിച്ച കർഷകരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ ഈ കൂലിപ്പണിക്കൊക്കെ പോകുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെ വോട്ടാണ് യഥാർത്ഥത്തിൽ ഇവരുടെ കൃത്യമായ വോട്ട് ബാങ്ക്. അത്തരത്തിലുള്ള തൊഴിലാളികളുടെ വോട്ടുകളൊക്കെ ഈ ഈനാമ്പച്ചിയും മരപ്പെട്ടിയും ഒക്കെ ഇല്ലെങ്കിൽ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അവർ ഈ ചിഹ്നം മാത്രം നോക്കി കുത്തുന്നവരാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈനാമ്പച്ചിയും മരപ്പെട്ടിയും ഒക്കെ ആയാൽ പറഞ്ഞു കൊടുക്കാൻ പോലും പറ്റില്ല. അത് പറഞ്ഞു കൊടുത്താൽ പോലും അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ അങ്ങനെയുള്ള അത് വലിയ ദോഷം ചെയ്യും. വോട്ട് പറിക്കുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ ദോഷം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയിപ്പോൾ ആന്റോ ആന്റണിയെ ജയിപ്പിക്കണമെങ്കിൽ ഇത് മാത്രമേ ഇനി മാർഗമുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ ഒരു സാധ്യത. അതെ. ഈ അവിടെ മറ്റൊരു കാര്യമുണ്ട്, ഈ തോമസ് ഐസക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ. തോമസ് ഐസക്കിനെ മുൻ ധനകാര്യമന്ത്രി എന്നതിനപ്പുറം ഒരു CPM-ന്റെ സമുന്നതനായ നേതാവ്, വേണമെങ്കിൽ അദ്ദേഹത്തിനെ പാർട്ടി സെക്രട്ടറി ആക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ പാർട്ടിയിലുള്ള വിഭാഗീയത എപ്പോഴും ഇങ്ങനെ അവരെ തിരുത്തിക്കൊണ്ടേയിരിക്കുന്നത്. അതിലാണ്, അല്ലെങ്കിൽ അതിനെക്കാട്ടിലും ജൂനിയർ ആയിട്ടുള്ള ഈ നമ്മുടെ ഗോവിന്ദ മാഷ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്നത്. സത്യത്തിൽ അവിടെ എത്തേണ്ടത് EP ജയരാജനായിരുന്നു. പകരം അല്ലെങ്കിൽ ഈ തോമസ് ഐസക്കിനെ, ഇവരെയാണ് സീനിയോറിറ്റി ലിസ്റ്റിലുണ്ടായത്. അവരെ മാറ്റിക്കൊണ്ടാണ് പിണറായിയുടെ ഇഷ്ടത്തോഴനായിട്ടുള്ള ഗോവിന്ദ മാഷ് അവിടെ. അപ്പോൾ അങ്ങനെയുള്ള പരിണതപ്രജ്ഞനായ നേതാവുള്ള തോമസ് ഐസക് പത്തനംതിട്ട പോലൊരു മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ സഭകളുടെ ക്രിസ്ത്യൻ വോട്ടുകളുടെ പിൻബലത്തിൽ വിജയിച്ചു കയറാമെന്നുള്ള ഒരു മോഹമുണ്ട്. പക്ഷെ വേറൊരു കാര്യം കൂടി ഇതിൽ പറയുന്നുണ്ട്. തോമസ് ഐസക്കിനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തഴഞ്ഞതാണ്. പക്ഷേ കിഫ്ബിയിലേക്ക് അന്വേഷണം വരുമ്പോൾ, EDയുടെ അന്വേഷണം വരുമ്പോൾ പിണറായി വിജയൻ അടക്കമുള്ളവർ പെടും എന്ന് പിണറായി വിജയൻ അറിയാം. അങ്ങനെ ചില രഹസ്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് പിണറായി വിജയനെ ഭീഷണിപ്പെടുത്തി ഒരുപക്ഷെ തോമസ് ഐസക്ക് സീറ്റ് വാങ്ങിച്ചതാണെന്ന തരത്തിലുള്ള വാദഗതികളും വരുന്നുണ്ട്. 100% ഉറപ്പാണല്ലോ. അങ്ങനെ ഭീഷണിപ്പെടുത്തി എടുക്കുന്ന ഒരു സീറ്റാണ് എന്നുണ്ടെങ്കിൽ പിണറായി വിജയനെ പോലെ കരുത്തനായിട്ടുള്ള ഒരു നേതാവിന് വളരെ കൃത്യമായിട്ട്, വളരെ ഈസി ആയിട്ട് CPM-ൽ കരുത്തനായ ആ നേതാവിന് കൃത്യമായിട്ട് തോമസ് ഐസക്കിനെ തോൽപ്പിക്കാനും കഴിയുന്ന കാര്യത്തിൽ സംശയമില്ല. കെ രാധാകൃഷ്ണനും ഒക്കെ മത്സരിക്കുന്നുണ്ട് ഈ അറിയാമല്ലോ. അവിടെയൊക്കെ സംഭവിക്കാൻ പോകുന്നതിലും ചിലപ്പോൾ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. ഈ രാഷ്ട്രീയപരമായി ഉള്ള സീനിയോറിറ്റി എപ്പോഴും പ്രശ്നമാണ്. ഇവിടെ പാർലമെൻ്ററി ജനാധിപത്യത്തിലേക്ക് വരുമ്പോൾ പാർലമെൻ്ററി സംവിധാനത്തിൽ മന്ത്രി എന്നുള്ള കാലയളവിലൊക്കെ മുതിർന്ന നേതാവ് എന്ന് പറയപ്പെടുന്ന കെ രാധാകൃഷ്ണൻ പിണറായിയേക്കാൾ മുകളിലാണ്. പക്ഷേ ആ സീനിയോറിറ്റി മറികടക്കുന്നതിന് വേണ്ടിയിട്ടും ഇല്ലാതെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ മത്സരിപ്പിക്കുവാനുള്ള ശ്രമം നടത്തുന്നത്. അവിടെയും പരാജയപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ വിജയിക്കുകയാണെങ്കിൽ രക്ഷപ്പെട്ടു, അദ്ദേഹം MP ആയിട്ട് അങ്ങ് പോയിക്കോളും. അപ്പോഴും പിണറായി വിജയൻ ഹാപ്പിയാണ്. കാരണം KK ശൈലജയുടെ കാര്യത്തിലും വടകരയിൽ സംഭവിച്ചത്. ഇതെല്ലാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിൽ തോമസ് ഐസക് ആണെങ്കിലും KK ശൈലജയാണെങ്കിലും കെ രാധാകൃഷ്ണനാണെങ്കിലും ഒക്കെ ചില ഒതുക്കലുകളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന സ്ഥാനാർത്ഥികളാണ്. അതുകൊണ്ട് KK ശൈലജ തോറ്റാലും കെ രാധാകൃഷ്ണൻ തോറ്റാലും ഇനി തോമസ് ഐസക് തോറ്റാലും പാർട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോഴും പിണറായി ചിരിച്ചുകൊണ്ടേയിരിക്കും. കാരണം കെ രാധാകൃഷ്ണൻ തോറ്റു കഴിഞ്ഞാൽ തിരികെ വരുമ്പോൾ പറയാനുള്ള ഒരു കാരണമുണ്ട്, നിങ്ങൾക്ക് ജനകീയത പോരാന്ന് പറയാം. നിങ്ങൾ ജനങ്ങളോടൊപ്പം ചേർന്നിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ വിജയിക്കേണ്ടതായിരുന്നു, നിങ്ങൾ പരാജയപ്പെട്ടത് അതുകൊണ്ടാണ്. KK ശൈലജയോടും അതേ വാദം തന്നെ പറയും, നിങ്ങൾ ജനകീയത ഇല്ലാത്ത നേതാവാണ്, നിങ്ങൾക്ക് ഇത്രയൊക്കെ ഉണ്ടാക്കിയെടുത്തത് മാധ്യമങ്ങൾ തന്നതാണ്, നിങ്ങളെ ഇങ്ങനെ നിലനിർത്തിയിരുന്നത്, നിങ്ങൾക്ക് ജനകീയനായിട്ടുള്ള ഒരു മുഖമുണ്ട് എന്ന് കാണിച്ചു തന്നത് വാർത്താമാധ്യമങ്ങളാണ് എന്നവർ പറഞ്ഞു വെക്കും. അതുപോലെ തന്നെ തോമസ് ഐസക്കിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിനെ ഒതുക്കാൻ കിട്ടുന്ന ഏറ്റവും വലിയ അവസരമാണ്. ഇനി ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടായില്ല, ഒരു അവസരമാണ് നിങ്ങൾക്ക്. നിങ്ങൾ വിജയിച്ചിട്ടില്ല, നിങ്ങൾ പരാജിതനാകുന്നത് നിങ്ങൾക്ക് ജനങ്ങളോടൊപ്പം നിൽക്കാൻ കഴിയാത്തതാണ്. അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്ന 3 പേരെയാണ് 3 ഇടങ്ങളിൽ, വടകരയിലും ആലത്തൂരിലും ഇതായപ്പോൾ ഈ പത്തനംതിട്ടയിൽ നിർത്തിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം.
അത്തരത്തിൽ സംശയിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിയും തോമസ് ഐസക്കും അനിൽ ആന്റണിയും ഏറ്റുമുട്ടുമ്പോൾ വിജയം ആരോടൊപ്പമായിരിക്കുമെന്നായിരിക്കും നമുക്ക് പറയാൻ കഴിയും. ചില അത്ഭുതങ്ങൾ പോലും സംഭവിച്ചു പല മണ്ഡലങ്ങളിലും. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ നമ്മൾ നോക്കിയാൽ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ പറയാൻ കഴിയുന്ന മണ്ഡലങ്ങൾ വളരെ കുറവാണ്. ഒരു മണ്ഡലമാണ് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് കൊല്ലം മാത്രമാണ്. കൊല്ലത്ത് പ്രേമേന്ദ്രൻ ജയിക്കുമെന്നല്ലാതെ മറ്റൊരു മണ്ഡലത്തിലും ആരും ജയിക്കുമെന്ന് പറയാൻ കഴിയില്ല. ഇപ്പൊ ആലപ്പുഴയെ പോലും ആരിഫ് കഴിഞ്ഞ പ്രാവശ്യം അത്രയും വലിയ തരംഗത്ത് നിലനിർത്തിയ സീറ്റ് നിലനിർത്തുമോ എന്ന് ഉറപ്പില്ല. ആലപ്പുഴ വലിയ മാറ്റങ്ങൾ അട്ടിമറികൾ സംഭവിക്കാൻ പോകും. ഇവിടെ നമുക്ക് 7 നിയോജകങ്ങൾ, കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും തിരുവല്ലയും റാന്നി ആറന്മുളയും കോന്നിയും അടക്കമുള്ള 7 നിയോജക മണ്ഡലം. ഈ 7 നിയോജക മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും കാഞ്ഞിരപ്പള്ളിയിലെ ആണെങ്കിലും റാന്നിയിലെ ആണെങ്കിലും കോന്നിയിലെ ആണെങ്കിലും സഭകളുടെ വലിയ സ്വാധീനമുള്ള മേഖലയാണ്. മറ്റൊന്ന് പൂഞ്ഞാറിൽ മുസ്ലിങ്ങളുടെ വലിയ പ്രാതിനിധ്യമുള്ള സ്ഥലമാണ്. SDP-യുടെ വല്ലാത്ത പിന്തുണ ലഭിക്കാൻ സാധ്യതയുള്ളതാണ്. മറ്റൊന്ന് ഈ ആറന്മുളയും ഒപ്പം തന്നെ ഈ റാന്നിയുടെ പ്രദേശങ്ങളും. ഇവിടെയൊക്കെയാണ് റാന്നിയുടെ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഈ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ തന്നെയാണ് കൂടുതൽ. അപ്പോൾ ഹിന്ദു വോട്ടുകൾ രൂപീകരിക്കപ്പെടാൻ സാധ്യതയുള്ള മേഖലകൾ അത് ഈ ലാഹ പോലുള്ള ഏരിയകളിലേക്ക് പോകുമ്പോഴാണ് അവിടെ നിന്ന് ലഭിക്കാവുന്ന വോട്ടുകൾ. അത്തരത്തിലുള്ള വോട്ട് ശബരിമല പോലുള്ള ഏരിയകളിലേക്ക് ലഭിക്കാവുന്ന വോട്ട് അത് ഹിന്ദുക്കളിലേക്ക് എത്തപ്പെടുകയും അങ്ങനെ ഹിന്ദു വോട്ടുകൾ അല്ലെങ്കിൽ BJP വോട്ടുകളായിട്ട് മാറുകയും ആ വോട്ടുകളിൽ അനിൽ ആന്റണിക്ക് ലഭിക്കുകയും ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നേടിയെടുത്ത അതേ വോട്ടുകളിലേക്ക് അനിൽ ആന്റണി എത്തേണ്ടതുണ്ട്. അനിൽ ആന്റണി കെ സുരേന്ദ്രൻ നേടിയെടുത്ത 2,97,396 വോട്ടുകൾ എന്ന് പറയപ്പെടുമ്പോൾ 28.97% വോട്ടുകൾ നേടിയിട്ടുണ്ട്. കാരണം 13.50% വോട്ടുകൾ കൂടുതൽ പിടിച്ചിരിക്കുന്നു കെ സുരേന്ദ്രൻ. അവിടെ കെ സുരേന്ദ്രൻ ആയതുകൊണ്ട് പിടിച്ചതല്ല എന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ വാദം. അത് സാധ്യതയുള്ള മണ്ഡലമാണ്. അതിന് ഇതുപോലത്തെ മുഖങ്ങൾ ഉണ്ടായാൽ മതിയായിരുന്നു. അതുകൊണ്ടാണ് അത് ശോഭാ സുരേന്ദ്രനാണെങ്കിലും ഇങ്ങനെയായിരിക്കും, MD രമേശ് ആണെങ്കിലും ഇങ്ങനെയായിരിക്കും. ഈ വർഷവും ചിലപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും 2024 തെരഞ്ഞെടുപ്പിലും പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്ക് പകരം ശോഭാ സുരേന്ദ്രനോ MD രമേശോ കെ സുരേന്ദ്രനോ മത്സരിച്ചാലും ചിലപ്പോൾ 3 ലക്ഷത്തിലധികം വോട്ടിലേക്ക് എത്തപ്പെടും. അപ്പോൾ ഈ വോട്ടുകളുടെ കണക്ക് ഇപ്പോൾ അറിയാം. 3,80,000 ആന്റോ ആന്റണി പിടിക്കുന്നു. 3,36,000 വോട്ട് വീണ ജോർജ് പിടിക്കുന്നു. മറ്റൊന്ന് കെ സുരേന്ദ്രൻ 3 ലക്ഷത്തോളം വോട്ടുകൾ, ഏകദേശം 2,800 വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണല്ലോ. 2,97,000 വോട്ടുകൾ പിടിക്കുന്നു. ഭൂരിപക്ഷം എന്ന് പറയുന്നത് 44,243 വോട്ടുകൾക്ക് മാത്രമാണ് ആന്റോ ആന്റണി വിജയിക്കുന്നത് 2019. അതിനു മുമ്പ് 56,000 ജയിച്ചു. 2009 1 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് ജയിച്ച ആന്റോ ആന്റണിയാണ് ഇങ്ങനെ ഗ്രാഫ് താഴ്ന്നു വരുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. അപ്പോൾ അനിൽ ആന്റണി ആന്റോ ആന്റണി മത്സരിക്കുകയും ചെയ്യുന്ന മണ്ഡലത്തിൽ അത്ഭുതങ്ങൾ നടന്നേക്കാം. അങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2,97,000 എന്നുള്ളതൊരു വോട്ടല്ല, പകരം വലിയ മാർജിനിലേക്ക് ഈ വോട്ട് വോട്ട് ഷെയർ ഉണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ട്. പത്തനംതിട്ടയിൽ അങ്ങനെ അത്ഭുതങ്ങൾ സംഭവിക്കുകയും ചെയ്യാം. അതിൽ ആന്റോ ആന്റണി ആണെങ്കിലും തോമസ് ഐസക് ആണെങ്കിലും മാറി നിൽക്കേണ്ടി വരികയും അനിൽ ആന്റണിയുടെ സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാതിരിക്കേണ്ടിയും വരും. കാരണം ഈ ഒരു മാറ്റം ഉണ്ടായി വന്നാൽ സ്വാഭാവികമായിട്ട് സഭകളുടെ ആണെങ്കിലും ഇപ്പോൾ തന്നെ പാരമ്പര്യമായിട്ടുള്ള BJP-യുടെ RSSന്റെ വോട്ടുകളാണെങ്കിലും വളരെ കൃത്യമായി BJP-യിലേക്ക് ക്രോഡീകരിക്കപ്പെട്ടാൽ അനിൽ ആന്റണിക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ഇല്ല എന്ന് പറഞ്ഞാൽ ആന്റോ ആന്റണി വിജയിക്കുന്ന സാധ്യതയും നമുക്ക് തള്ളിക്കളയാം. എങ്കിൽ പോലും ചെറിയ മാർജിൻ, വളരെ ചെറിയ മാർജിനിലായിരിക്കും. അതുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം 44,000 എന്ന് പറയപ്പെടുന്ന കഴിഞ്ഞ വർഷം നല്ല ഒരു സുനാമി നടന്നതാണ്. കഴിഞ്ഞ വർഷം കേരളത്തിൽ ഒരു വലിയ സുനാമി. അതെ, ആ വോട്ടിങ്ങിന്റെ സുനാമി നടന്നപ്പോൾ പോലും 44,000 നിന്നുപോയ ആളാണ് ആന്റോ ആന്റണി. കാരണം ആന്റോ ആന്റണിയോട് അവിടുത്തെ ജനങ്ങൾക്ക് അത്ര വലിയ മതിപ്പില്ലാത്തൊരു നേതാവാണ്. കാരണം ജനങ്ങളുടെ ഒരു പ്രശ്നങ്ങളും ഇയാൾ ഇടപെടാറില്ല. ഈ കഴിഞ്ഞ ദിവസമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിലാണ് അവിടെ സ്ഥിരമായി കാണുന്നത് വന്യജീവിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ വെറുതെ പോലീസുകാരോട് തല്ലുപിടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ എല്ലാവരും TV-യിൽ കണ്ടു കാണും. അത് മാത്രമായിരിക്കും കാണാൻ കഴിയുക. 2009 മുതൽ 2019 വരെ അല്ലെ 2024 വരെ കാലഘട്ടത്തിലെ 15 വർഷക്കാലം ഇയാൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. വെള്ളമിട്ട് കാറിൽ വന്നിറങ്ങുന്ന കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആന്റോ ആന്റണിയെ കണ്ടിട്ടുണ്ട് എന്ന് പത്തനംതിട്ടക്കാർ പറയുന്നുണ്ടെങ്കിലും പത്തനംതിട്ടക്കാർക്ക് ഇങ്ങനെ ഒരു MPയുടെ ആവശ്യമില്ല. പക്ഷെ അവിടെ സഭകളുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് തന്നെയാണ് 3 വട്ടവും ഇദ്ദേഹം ജയിച്ചത് എന്നുള്ളത്. പക്ഷേ ഇപ്രാവശ്യം നിഷ്പക്ഷമതികളായിട്ടുള്ള വോട്ടർമാർ മറ്റൊരു തീരുമാനത്തിലെത്തുകയാണെങ്കിൽ ആന്റോ ആന്റണിക്ക് രാഷ്ട്രീയം ഉപേക്ഷിക്കേണ്ടി വരും.
ഈ പടി കടന്ന് മറ്റെങ്ങോട്ടെങ്കിലും പോകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് വാദിച്ചിരുന്ന ഉമ്മൻചാണ്ടിയൊന്നും ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ വരുന്ന കാലം ഇദ്ദേഹം യൂത്ത് കോൺഗ്രസിന് വേണ്ടിയൊക്കെ പ്രസിഡന്റ് ആവുന്നതിന് മറ്റ് അങ്ങനെ വലിയ പ്രത്യയശാസ്ത്രങ്ങളൊക്കെ രൂപം കൊണ്ട് ഒരു എ ഗ്രൂപ്പിൻ്റെ വക്താവായി നിന്നുകൊണ്ടൊക്കെ വലിയ പ്രവർത്തനങ്ങൾ നടത്തിയ ആളാണ് ഈ ആൻ്റോ ആൻ്റണി. പക്ഷെ ഒരിക്കലും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ഈ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ അല്ലെങ്കിൽ സഭയുടെ സപ്പോർട്ടിൽ മാത്രം മുന്നോട്ട് വന്ന ഒരു നേതാവാണ്. ഒരു ജനകീയ സമരങ്ങളിലും ഈ മുഖമുണ്ടായിട്ടില്ല. അത്തരത്തിലുള്ള ഒരു നേതാവിനെ വിജയിപ്പിച്ചെടുത്തതിൽ ദുഃഖിതരാണ് പത്തനംതിട്ടക്കാർ. ഇപ്രാവശ്യം അത്തരത്തിൽ അതിന് മാറ്റം വരുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ പത്തനംതിട്ടയിൽ അത്ഭുതങ്ങൾ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ചിലപ്പോൾ BJPക്ക് അനുകൂലമായിട്ടായിരിക്കാം, ഇല്ലെങ്കിൽ പ്രതികൂലമായിട്ടായിരിക്കാം. പക്ഷേ എന്തായാലും അവിടെ ഒരു അത്ഭുതം സംഭവിക്കും പത്തനംതിട്ടയിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതിൽ നമുക്ക് അവസാനം പറഞ്ഞു നിർത്താൻ കഴിയുന്നത് ഇത്രയേ ഉള്ളൂ. പത്തനംതിട്ട എന്ന് പറയപ്പെടുന്ന മണ്ഡലം അവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടാം. അത്തരത്തിൽ സൃഷ്ടിക്കപ്പെടുകയാണെങ്കിൽ തന്നെ അത് BJPക്ക് അനുകൂലമാകുന്ന ഒരു അത്ഭുതമായിരിക്കാം. അങ്ങനെ സംഭവിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ഇതൊന്നുമല്ലെങ്കിൽ സഭകളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് കൂടി വിലയിരുത്തേണ്ടി വരും. അങ്ങനെ അവർ ഒരു ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് മാത്രമായിരിക്കും ആൻ്റോ ആൻ്റണിക്ക് പ്രതീക്ഷിക്കാനുള്ളത്. അല്ലെങ്കിൽ അവിടെ ഒരു വലിയ മാജിക്ക് സംഭവിക്കപ്പെടും. അങ്ങനെ ഈ തരത്തിൽ പത്തനംതിട്ടയെ നമുക്ക് ഒരു രാഷ്ട്രീയ വിശദീകരണം ഒന്നാം ഘട്ടത്തിൻ്റെ പ്രചരണ പരിപാടി അവസാനിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയും. മുന്നോട്ട് നിൽക്കുന്നത് BJP തന്നെയാണ് ഈ പ്രവർത്തനങ്ങളിൽ. ഇനിയുള്ള ദിവസങ്ങൾ വലിയ കോലാഹലങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും ഒക്കെ അവിടെ നടക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ കൂടിയും ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ലാപ്പിൽ ഫസ്റ്റ് ലോട്ടറി എത്തിയിരിക്കുന്നത് അനിൽ ആന്റണിയും ഒപ്പം തന്നെ BJPയുമാണ്. അതുകൊണ്ട് 2024 അത്ഭുതങ്ങൾ പത്തനംതിട്ടയിൽ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ഒരു സംവാദത്തിൻ്റെ പത്തനംതിട്ട ജില്ല ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്ത ദിവസം മറ്റൊരു ജില്ലയുമായി നമ്മളെത്തും.